ഈ എള്ള് തിരി കത്തിക്കഴിഞ്ഞ് വരുന്നൊരു സുഗന്ധമുണ്ട് അല്ലെ അത് നമ്മളെ ഈ നെഗറ്റീവ് എനർജിയെ, നമ്മളെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാൻ ആ എള്ള് കത്തിയ തിരിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എള്ള് തിരി കത്തിക്കണം എന്ന് പറയുന്നത്. കാല് വെച്ചു കുത്തിപ്പോകുന്ന തന്നെ ശനിദോഷത്തിൻ്റെ ലക്ഷണമെന്ന് പറയും. നമുക്ക് നടക്കാൻ പറ്റാണ്ടായി പോവുക, അതാണ് ഈ ശനിദോഷത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. എവിടെ നോക്കിയാലും ശനിദോഷമാണ്. അപ്പോൾ ശനിദോഷത്തിനും ശനിദേവനെ പ്രീതിപ്പെടുത്താനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം അഷ്ടമത്തിൽ ശനി, അല്ലെ കണ്ടക ശനി, ഏഴര ശനി, അങ്ങനെ ശനി ദോഷങ്ങൾ, അല്ലെ ജാതകത്തിൽ ശനി ദുസ്ഥാനത്ത് നിന്നാലൊക്കെയുള്ള പല ദോഷങ്ങളുണ്ട്. 6, 12 ശനി വരികയാണെങ്കിലൊക്കെ ദോഷങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശനിയാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ്. മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച വേണമെങ്കിൽ അങ്ങനെ വ്രതം എടുക്കാം, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും വ്രതം എടുക്കാം. ശനിയാഴ്ച വ്രതം എടുത്തിട്ട് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട്, അല്ലെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ എള്ളുതിരി നീരാഞ്ജനം വഴിപാടുകൾ ചെയ്യുന്ന രീതിയുണ്ട്. അതുകൂടാതെ കിരാതമൂർത്തിയായിട്ടുള്ള പരദേവതയ്ക്ക്, ശിവൻ്റെ കിരാതമൂർത്തി ഭാവത്തിലുള്ള പരദേവതയ്ക്ക് ശനിയാഴ്ച ദിവസം പൂജകളും വഴിപാടുകളും ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നാരങ്ങാമാലയൊക്കെ ചാർത്തും വഴിപാടുകൾ ചെയ്യും. നമ്മളെ കേരളത്തിലാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ആലത്തൂർ ഹനുമാനും തൃപ്രയാറൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ശനി പ്രധാനമായിട്ട് ഹനുമാൻ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യും. ശനിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ശനി നമ്മളെ നേരെ വഴിക്ക് നടത്തുന്നൊരു ദേവനാണ്. അതായത് നമ്മളിപ്പം മദ്യപാനിയോ അല്ലെങ്കിൽ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ കുഴക്കുന്ന ഒരു ദേവനാണ് ശനി. അതിൽ നിന്നൊക്കെ മുക്തി നേടി നേർവഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ശനിദേവൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ ദുശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ശനി ദോഷങ്ങൾ, അഷ്ടമശനി, കണ്ടകശനി, ഏഴര ശനിയൊക്കെ വരുമ്പോൾ കൂടുതൽ ദുരിതം ഉണ്ടാവുക. നല്ല സ്വഭാവം ഉള്ള ആൾക്കാർ, അല്ലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെ നല്ല നാമം ജപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏഴര ശനിയോ അല്ലെങ്കിൽ കണ്ടകശനിയോ പിന്നെ അഷ്ടമശനിയോ ഒന്നും കൂടുതൽ ദോഷങ്ങൾ വരുത്തില്ല. ദുശീലങ്ങളുള്ള ആൾക്കാർക്കാണ് കൂടുതൽ വിഷമങ്ങൾ വരിക. പിന്നെ ഏഴര ശനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തുടക്കവും 7.5 കൊല്ലാണ് ഏഴര ശനി. അതെല്ലാവർക്കും ജാതകത്തിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കം അവസാനം കടുപ്പായിരിക്കും എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ ജാതകം എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ദോഷ സമയങ്ങൾ വരുന്നത് മുൻപേ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ. ഇപ്പം നമുക്കിപ്പോൾ ഇനി ശനി മാറുന്നുണ്ട്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർ, അശ്വതി ഭരണി കാർത്തികൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്, ഏഴര ശനി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ മുമ്പേ മനസ്സിലാക്കി എന്ത് ചെയ്യണം, കുറച്ച് കാലം മുമ്പേ തന്നെ ശനിയാഴ്ച ദിവസം അയ്യപ്പനും പരദേവതയ്ക്കൊക്കെ വഴിപാടുകൾ ചെയ്യുക, ശനിയാഴ്ച വ്രതം എടുക്കുക. അതായത് ഈ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച മുതൽ മത്സ്യമാംസാദികൾ കഴിക്കാതെ ഒരു നേരം എടുത്ത് ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഉപവാസമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം, അയ്യപ്പനെയോ പരദേവതയോ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കാതെ അയ്യപ്പനെയും പരദേവതയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ പകൽ കിടന്നുറങ്ങാതെ വ്രതം എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും എന്ത് ചെയ്യും വെച്ചാൽ വ്രതമൊക്കെ എടുത്ത് എന്നാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ക്ഷീണമൊക്കെയാണ്, കിടന്നുറങ്ങാമെന്ന് വിചാരിക്കും. അത് ചെയ്യരുത്. പകലോ ആ സമയം മുഴുവൻ പകൽ സമയത്തൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക, ശനി അഷ്ടോത്തരം ജപിക്കുക, ശനി കവചം ജപിക്കുക, പിന്നെ ശനീശ്വരൻ്റെ മന്ത്രമുണ്ട് അത് ജപിക്കുക. പിന്നെ ഈ കറുത്ത വസ്ത്രം അല്ലെ നീല വസ്ത്രം ഒക്കെ ധരിച്ച് ശനിദേവനെ പ്രീതിപ്പെടുത്തുക. പിന്നെ എള്ള് തിരിയൊക്കെ കത്തിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എള്ള് തിരി കത്തിക്കഴിഞ്ഞ് വരുന്നൊരു സുഗന്ധമുണ്ട് അല്ലെ അത് നമ്മളെ ഈ നെഗറ്റീവ് എനർജിയെ, നമ്മളെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാൻ ആ എള്ള് കത്തിയ തിരിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എള്ള് തിരി കത്തിക്കണം എന്ന് പറയുന്നത്. ആ വിളക്ക് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ നമ്മൾ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തട്ടിൽ നിറയെ എള്ള് തിരി കത്തിച്ച് ആ ഒരു സ്മെല്ല് നമ്മളെ ശരീരത്തിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആവും. അതിനു വേണ്ടിയിട്ടാണ് എള്ള് തിരി കത്തിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നീരാഞ്ജനം അയ്യപ്പന് വളരെ വിശേഷമാണ്. അതൊക്കെ വഴിപാടുകളൊക്കെ ചെയ്താൽ ഈ ശനിദോഷ പരിഹാരമാകും. പിന്നെ ശനിദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കാലിനാണ് കൂടുതൽ ബാധിക്കുക, വീഴ്ചകൾ ഉണ്ടാവുക,
പിന്നെ കാലിന് അപകടങ്ങൾ ഉണ്ടാവുക, കാല് വെച്ച് കുത്തിപ്പോകുന്ന തന്നെ ശനിദോഷത്തിൻ്റെ ലക്ഷണമെന്ന് പറയും. നമുക്ക് നടക്കാൻ പറ്റാണ്ടായി പോവുക, അതാണ് ഈ ശനിദോഷത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. പിന്നെ കടം കയറിയാൽ നമ്മൾ പുറത്തേക്ക് പോകില്ലല്ലോ, അല്ലെങ്കിൽ ഒളിച്ചോടും, ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക, ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധി. അതൊക്കെയാണ് ശനിദോഷത്തിൻ്റെ ലക്ഷണം. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ്, ശനിയാഴ്ച വ്രതം എടുക്കുക. പിന്നെ ചില ആൾക്കാർ ശനിദോഷത്തിന് പരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം ശിവനെയും കൂടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണല്ലോ. പഞ്ചാക്ഷര മന്ത്രം ജപിക്കും, ശിവനെ പ്രാർത്ഥിക്കും, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക്, പിന്നെ കൂവളമാല, പിന്നെ ശിവൻ ഒരു അഭിഷേകപ്രിയനാണ്, ശിവന് ജലധാര കഴിക്കുക, അതൊക്കെ ചെയ്യും. പിന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നാമം ജപിക്കുക. പിന്നെ പ്രദോഷം ഈ എന്താ പറയുക, എല്ലാ ദോഷത്തിനും വളരെ വിശേഷമായിട്ടുള്ള, അതായത് രോഗനിവാരണത്തിൻ്റെ ഒരു മൂർത്തിയാണ് ശിവൻ. അപ്പോൾ രോഗനിവാരണത്തിനൊക്കെ ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ശനിദോഷത്തിനും ശിവനെ പ്രാർത്ഥിക്കുകയും പ്രദോഷം എടുക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പൊ എള്ളുതിരിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ സാധാരണ എല്ലാവരും എള്ളുതിരി കത്തിക്കുമ്പോൾ ആ എള്ളുതിരി അങ്ങ് കത്തിച്ച് വെച്ചും പോകും. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ശരിക്കും അത് കത്തി തീരും വരെ നമ്മൾ നിൽക്കണ്ടേ? അതായത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് നിൽക്കണം, അപ്പോഴത്തേക്ക് ഈ തിരി കത്തി എള്ളിലേക്ക് എത്തും, ആ ഒരു ഇത് കിട്ടും. അതാണ് നമ്മൾ വെറുതെ വെച്ച് അങ്ങ് ഓടിപ്പോകരുത്, കുറച്ച് നേരം ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ എത്തുന്നതിന് മുമ്പേ കത്തിച്ച് വെച്ച ആളുടെ തിരിയുടെ ഇത് നമുക്ക് കിട്ടും മിക്കവാറും. അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഭഗവാന്റെ മുമ്പിൽ പെട്ടെന്ന് ഓടിപ്പോവാതെ കുറച്ച് നേരം പ്രാർത്ഥിക്കുക തന്നെ വേണം. ആ സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച അമ്പലത്തിലേക്കൊന്നും പോകാൻ പാടില്ല. ഏത് അമ്പലത്തിലാണെങ്കിലും കുറച്ച് നേരം അവിടെ നാമം ജപിച്ചിരുന്നാൽ ആ സമയത്ത് നമ്മളെ തിരക്കൊക്കെ മാറ്റി വയ്ക്കുക. പറ്റുകയാണെങ്കിൽ മൊബൈൽ ഫോണൊന്നും എടുക്കാണ്ട് പോവുക. അതുപോലെ തന്നെ എള്ളുതിരി കത്തിച്ചിട്ട് നമ്മളതിനെ ഇങ്ങനെ ആക്കാൻ പാടില്ലേ? അത് വേണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പലരും ഈ കർപ്പൂരമൊക്കെ ഇങ്ങനെ ഒഴിയുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചൈതന്യത്തിന് അത് മോശമാണ്. ഈ നമ്മൾ കർപ്പൂരം ഇങ്ങനെ ഒഴിഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ചില അമ്പലങ്ങളിൽ ദീപാരാധനയ്ക്ക് ചെയ്യുന്നുണ്ട് വെച്ചാലും ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. ദേവൻ്റെ ചൈതന്യത്തിന് മോശമാണ്. പിന്നെ ഇപ്പോഴത്തെ കർപ്പൂരം തന്നെ വളരെ മോശമാണ്. പച്ചക്കർപ്പൂരമാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇന്ന് നമ്മളെ ചന്ദനത്തിരി ആണെങ്കിലും കർപ്പൂരാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് വരുന്ന പുകയുണ്ടല്ലോ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പല തിരുമേനിമാർക്കും കണ്ടിട്ടുണ്ട്. കാരണം ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വേറെ വായുവൊന്നും ഉണ്ടാവില്ലോ പൂജയ്ക്ക് അടയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ കത്തിച്ച് വെക്കുമ്പോഴേ. പിന്നെ ഏതൊരു പൂജയാണെങ്കിലും അതിന് വിചാരിച്ച ഫലം കിട്ടണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ശുദ്ധിയും വൃത്തിയും വേണമെന്നാണ് പറയുക. പക്ഷേ ഇന്ന് കിട്ടുന്ന ശർക്കര നിവേദ്യത്തിനൊന്നും പറ്റില്ല. അതിൽ മുഴുവൻ കുമ്മായവും ബാക്കി ബീഡിക്കുറ്റിയൊക്കെ കിട്ടും. ചിലപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി നോക്കിയാൽ എനിക്ക് കിട്ടിയില്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കാരണം ഇവരെ അതുപോലെ എടുത്ത് ചെയ്യാല്ലേ, അത് അരിച്ച് തേനീച്ച ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിൽ പായസമായി കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ തേനീച്ച ഉണ്ടാവുക, അത് ഈ ശർക്കരേൻ്റെ ഉള്ളിലാണ്. അപ്പം അത് നല്ല ശർക്കര ഉണ്ട്. സാധാ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇപ്പം നമ്മൾ വിളക്ക് കത്തിക്കില്ലേ, ആ കത്തിക്കുന്ന സമയത്ത് കൽവിളക്കിന്ന് കരി തൊടുന്നൊരു സ്വഭാവം ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ശരിക്കും പലരുടെയും പ്രാർത്ഥനയുടെ വിഷമങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും, അത് നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ദേവൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ ദുരിതങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വിഷമങ്ങളോടോ ഒന്നും അല്ല പറയേണ്ടത്. ശരിക്കും ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുകയും ചെയ്യാവൂ. ഇല്ലെങ്കിൽ എന്താ വിഷയം വെച്ചാൽ ഈ നമ്മൾ പറയുന്ന ദുരിതങ്ങളും അതൊക്കെ ദേവൻ്റെ ചൈതന്യത്തിന് ലോപായിട്ട് വരും. അപ്പം അങ്ങനെ നിരന്തരമുള്ള ഇങ്ങനെ പ്രാർത്ഥന വരുമ്പോൾ ദേവന് ഒരു ആൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാൾ അനുഗ്രഹകലയായിട്ട് മാറാൻ പറ്റില്ല ചില സമയത്ത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോയാൽ അയ്യോ ഭഗവാൻ എനിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വിഷം ഒന്നും പറയാണ്ട് ഇപ്പം മഹാവിഷ്ണു ആണെങ്കിൽ നാരായണ നാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ നമ്മളെ ദുരിതങ്ങൾ അവിടെ പറയല്ല വേണ്ടത്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അതൊക്കെ മാറ്റിത്തരും, അതിൽ സംശയമില്ല. താങ്ക് യു സർ. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ പ്രസാദ് ഏറാഞ്ചേരിയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ പ്രസാദുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.